നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട രണ്ടാം പ്രതി മാർട്ടിനെതിരെ വീണ്ടും കേസെടുക്കും. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോയും പോസ്റ്റും പ്രചരിപ്പിച്ചു എന്ന പരാതിയിലാണ് കേസെടുക്കുക. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടാണ് അതിജീവിത പരാതി അറിയിച്ചത്. വീഡിയോ പങ്കുവച്ച സൈബർ ഹാൻഡിലുകൾക്കും വ്യക്തികൾക്കുമെതിരെയും നിയമ നടപടി ഉണ്ടാകും. അതേസമയം സൈബർ അധിക്ഷേപത്തിനെതിരെ അതിജീവിതയുടെ സഹോദരൻ തൃശൂർ DIG ഹരിശങ്കറിന് തെളിവുകൾ സഹിതം പരാതി നൽകി. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ശേഷം ക്ലിഫ് ഹൌസിലെത്തിയാണ് അതിജീവിത പരാതി അറിയിച്ചത്. കേസിൽ ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ ആന്റണി പ്രചരിപ്പിച്ച വീഡിയോ പോസ്റ്റ് ചെയ്ത മറ്റ് സൈബർ ഹാൻഡിലുകൾക്കെതിരെയാണ് പരാതി അറിയിച്ചത്. നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടതിന് പിന്നാലെയാണ് വീഡിയോ പ്രചരിച്ചത്. വീഡിയോ പ്രചരിപ്പിച്ചതിന് കേസിൽ ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ, വീഡിയോ പങ്കുവച്ച മറ്റ് ഇൻഫ്ലുവൻസർമാർ, സോഷ്യൽ മീഡിയ പേജുകൾ എന്നിവർക്കെതിരെ കേസെടുക്കാനാണ് തീരുമാനം. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയും മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വീഡിയോ ചെയ്തതിലുമാണ് നടപടി. അധിക്ഷേപം നടത്തിയ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ പോലീസ് പരിശോധിക്കുകയാണ്. പ്രമുഖരടക്കം പലരും വീഡിയോ പ്രചരിപ്പിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേസിന്റെ വിചാരണ കാലയളവിൽ മാർട്ടിൻ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. മാർട്ടിൻ പങ്കുവച്ച വീഡിയോയിൽ ആരോ എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് വായിക്കുന്നതായി കാണാമെന്നും ഇത് കരുതിക്കൂട്ടിയുള്ള അപമാനമാണെന്നും ആരോപണമുണ്ട്. വീഡിയോ ചെയ്തതിനു പിന്നിൽ ആരുടെയെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും പോലീസ് പറയുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.